So, students, critical and skeptical examination is the method used in everyday practical matters as well as in science. So, what is the connection between science and everyday life? ഈ രണ്ട് മേഖലകളിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്രിട്ടിക്കൽ അപ്രോച്ചുകളും അതോടൊപ്പം തന്നെ സ്കെപ്റ്റിക്കലായി, അതായത് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതുമാണ് നമ്മൾ നിത്യജീവിതത്തിലും സയൻസിലും അവലംബിക്കേണ്ട മെത്തേഡ്. Okay, so when buying a new or used car, we think it prudent to insist on written warranties, test drive and checks of particular parts. നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ വാറണ്ടി, അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ്, ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് അതിലെ ഭാഗങ്ങളെല്ലാം, യന്ത്രങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതെല്ലാം ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ വാഹനം വാങ്ങുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ എവറിഡേ ലൈഫ്. ഓക്കെ, സോ വി ആർ സ്ട്രിക്റ്റ് ഓൺ സച്ച് മാറ്റേഴ്സ്. ആൻഡ് വി ആർ വെരി കെയർഫുൾ അബൌട്ട് കാർ ഡീലേഴ്സ് ഹു ആർ ഇവേസീവ് ഓൺ ദീസ് പോയിൻറ്റ്സ്. ഏതെങ്കിലും കാർ ഡീലർമാർ അതൊന്നും കുഴപ്പമില്ല, അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അവരിൽ സംശയമുള്ളവരായി മാറുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് കാർ വാങ്ങുക, അല്ലെങ്കിൽ വാഹനം വാങ്ങാതിരിക്കുന്നു. ഓക്കെ, സോ വി ആർ വെരി കെയർഫുൾ അബൌട്ട് കാർ ഡീലേഴ്സ് ഹു ആർ ഇവേസീവ് ഓൺ സച്ച് പോയിൻറ്റ്സ്. Yet the practitioners of many borderline beliefs are offended when subjected to similar ക്ലോസ് സ്ക്രൂട്ടിനി. എന്നാൽ ഈ ബോർഡർ ലൈനിലുള്ള അല്ലെങ്കിൽ ചില സ്യൂഡോ സയൻസുമായും നമ്മളുടെ മുന്നിൽ വരുന്ന പല ആളുകളോടും അവരോട് നമ്മൾ കൂടുതൽ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടാൽ they feel irritated. Okay. For example, many who claim to have extrasensory perception also claim that their abilities decline when they are carefully watched. Okay, വളരെ അസാധാരണമായി കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിക്കുന്ന ആളുകളുണ്ട്. ചില മന്ത്രവാദികൾ, ചില ചെപ്പടി വിദ്യക്കാരുണ്ട്. അവരെ നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും, അങ്ങനെ നോക്കരുത്, നിങ്ങളങ്ങനെ സൂക്ഷ്മമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവ് കുറഞ്ഞു പോകും എന്ന് പറയാറുണ്ട്. ഓക്കെ, അതായത് നിത്യാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലെ സംഭവങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. ഓക്കെ, so many who claim to have extrasensory perceptions claim that their abilities decline when they are carefully watched. എന്നെ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കിയാൽ എൻ്റെ കഴിവുകൾ കുറഞ്ഞു പോകുന്നുണ്ട്, നോക്കരുത് എന്ന് പറയുന്ന ചില സിദ്ധന്മാരുണ്ട് എന്നാണ്. ദ മജീഷ്യൻ യൂറി ഗാലർ ഈസ് ഹാപ്പി ടു റാപ്പ് കീസ് ആൻഡ് കട്ട്ലറി ഇൻ ദ വിസിനിറ്റി ഓഫ് സയൻറ്റിസ്റ്റ്. യൂറി ഗാലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മജീഷ്യൻ ഉണ്ടായിരുന്നു. അയാളൊരു ചെപ്പടി വിദ്യക്കാരനായിരുന്നു. അയാൾ ശാസ്ത്രജ്ഞന്മാരൊക്കെ നോക്കി നിൽക്കെ ചില കാര്യങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാക്കുന്ന ഒരു ചെപ്പടി വിദ്യ കാണിച്ചിരുന്നു. ഓക്കെ, ഹൂ ഈസ് ഇൻ ദെയർ കൺഫ്രണ്ടേഷൻ വിത്ത് നേച്ചർ ആർ യൂസ്ഡ് ടു ആൻ അഡ്വൈസറി ഹൂ ഫൈറ്റ്സ് ഫെയർ ബട്ട് ഈസ് ഗ്രേറ്റ്ലി അഫ്രണ്ടഡ് അറ്റ് ദ ഐഡിയ ഓഫ് പെർഫോമൻസ് ബിഫോർ ആൻ ഓഡിയൻസ് ഓഫ് സ്കെപ്റ്റിക്കൽ മജീഷ്യൻസ്. എന്നാൽ യൂറി ഗാലറിനോട് മറ്റ് ചില മജീഷ്യന്മാരുടെ മുന്നിൽ ഇത് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതേ പരീക്ഷണം തന്നെ, ഇതേ ചെപ്പടി വിദ്യ തന്നെ കാണിക്കാമോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് അത് പറ്റില്ല, അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അയാളുടെ പേര്? യൂറി ഗാലർ. ഓക്കെ, so what we need to understand is that plenty of people are there in the society who claim to have extraordinary abilities, but once you ask for proofs, once you ask them or once you watch them closely, they get irritated. Okay, so this is a simple technique you can use. Okay, so where skeptical observation, and now he comes to the major point, where skeptical observation and discussions are suppressed, the truth is hidden. ഏതൊക്കെ സ്ഥലങ്ങളിലാണോ സ്കെപ്റ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങളെ തടയുന്നത്, എവിടെയൊക്കെയാണോ ആളുകൾക്ക് സൂക്ഷ്മമായ നിരീക്ഷണത്തിന്, അതായത് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് എന്നുള്ള നിലയിൽ കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ എവിടെയൊക്കെയാണോ സമ്മതിക്കാത്തത്, എവിടെയൊക്കെയാണോ ചർച്ചകൾ നടക്കാത്തത്, എവിടെയൊക്കെയാണോ ഈ ചർച്ചകളും ഇത്തരത്തിലുള്ള ഒബ്സർവേഷനുകളും സ്കെപ്റ്റിക്കലായിട്ടുള്ള വായനകളുമൊക്കെ തടഞ്ഞു വെച്ചിട്ടുള്ളത്, ആ സ്ഥലങ്ങളിലൊക്കെയാണ് യഥാർത്ഥത്തിൽ സത്യമിരിക്കുന്നത് എന്നാണ്. സോ ട്രൂത്ത് ഇസ് ഹിഡൻ വെയർ സ്കെപ്റ്റിക്കൽ ഒബ്സർവേഷൻസ് ആൻഡ് ഡിസ്കഷൻ ആർ സപ്രസ്ഡ്. ഓക്കെ, ദെൻ ദ പ്രൊപ്പോണൻസ് ഓഫ് സച്ച് ബോർഡർ ലൈൻ ബിലീവ്സ് വെൻ ക്രിട്ടിസൈസ്ഡ്. ഇനി മറ്റൊരു തമാശ എന്തെന്നാൽ, ഇത്തരത്തിൽ ആളുകളെ, ചെപ്പടി വിദ്യ കാണിക്കുന്ന ആളുകളെ നമ്മൾ സൂക്ഷ്മമായി നോക്കുകയും അവർ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുകയും ചെയ്താൽ അവർ പറയുന്ന മറ്റൊരു സംഗതി, ഇത് മറ്റൊരു ടെക്നിക്കാണ്.
is that the proponents of such beliefs, they often point to the genius of the past who were ridiculed. അവർ പറയും, നിങ്ങൾ ഇന്ന് എന്നെ നോക്കി ചിരിച്ചോളൂ, പണ്ട് ഇതുപോലെ ആയിരുന്നു, പണ്ട് പല മഹാന്മാരെയും നോക്കി നിങ്ങൾ ഇങ്ങനെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കി ചിരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ആളുകൾ ചില നമ്പറുകളൊക്കെ ഇറക്കി പോകാറുണ്ട്. ആൻഡ് ടു ദിസ് കാൾ സാഗൻ is saying that, but the fact that some geniuses were laughed at does not imply that all who are laughed at are geniuses. പണ്ടുള്ള പല ആളുകളെയും നോക്കി ജനം ചിരിച്ചിട്ടുണ്ട്. അതിനർത്ഥം ജനം കളിയാക്കി ചിരിക്കുന്ന എല്ലാ ആളുകളും മഹാന്മാരാണ് എന്നല്ല. ഓക്കെ ഓക്കെ ഫൈൻ. സോ ദേ ലാഫ്ഡ് അറ്റ് കൊളംബസിനെ നോക്കി ആളുകൾ ചിരിച്ചു. ഇയാൾക്ക് കൊളംബസിനെ നോക്കി ആളുകൾ ചിരിച്ചു, എന്തിനാണ് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതെന്ന് ചോദിച്ച്. പക്ഷേ കൊളംബസ് അയാളുടേതായിട്ടുള്ള സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. ഫുൾട്ടനെ നോക്കി ആളുകൾ ചിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗലീലിയെ കളിയാക്കിയിട്ടുണ്ട്, പല ചിന്തകന്മാരെയും വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ട്. റൈറ്റ് സഹോദരന്മാർ പ്ലെയിൻ കണ്ടുപിടിക്കാനായി പറക്കാൻ ശ്രമിച്ച സമയത്ത് അവരെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതേ ആളുകൾ തന്നെ ബോസോ ദ ക്ലോൺ, ഇതേ ആളുകൾ തന്നെ ചില കോമാളികളെ നോക്കിയും ചിരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആളുകൾ നിങ്ങളെ കളിയാക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ മഹാന്മാരാണ് എന്നല്ല. ഓഫ് കോഴ്സ് ഇൻ ദ പാസ്റ്റ് മെനി സച്ച് ഇൻക്രെഡിബിൾ പീപ്പിൾ വെയർ ലാഫ്ഡ് അറ്റ്. എക്സാമ്പിൾ കൊളംബസ്, റൈറ്റ് ബ്രദേഴ്സ് ആൻഡ് മെനി അതേഴ്സ്. ഓക്കെ, ആൻഡ് പീപ്പിൾ ഹാവ് ഓൾസോ ലാഫ്ഡ് അറ്റ് ക്ലൗൺ എന്ന് പറഞ്ഞാൽ കോമാളി എന്നാണ്. ചില കോമാളികളെ നോക്കിയും ആളുകൾ ചിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റായ ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ആളുകൾ, തെറ്റായ ക്ലെയിമുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകളെ നോക്കി പൊതുജനം ചിരിക്കുന്നത് അവർ കോമാളികളായതുകൊണ്ട് തന്നെയാണ് എന്നാണ് സാഗൻ പറയുന്നത്. ഓക്കെ, സോ you should have this ability to filter these two types of people. People who are really scientific and skeptical, and people who don't want to promote skeptical or scientific approach. Okay, so whenever or wherever such skeptical approach or critical approach or discussions are abandoned or suppressed, truth resides there. യഥാർത്ഥത്തിൽ സത്യം എവിടെയാണ് ഉള്ളത് എന്നുള്ള എവിടെയാണ് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട, എവിടെയൊക്കെയാണോ ചർച്ചകളില്ലാതിരിക്കുന്നത്, എവിടെയൊക്കെയാണോ സൂക്ഷ്മമായ നിരീക്ഷണമില്ലാതെ ഇരിക്കുന്നത്, ആ സ്ഥലങ്ങളിലൊക്കെ സത്യം ഉണ്ട്. സത്യം എവിടെ മറച്ചു വച്ചിട്ടുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, and Sagan, he makes this remarkable statement here, the best antidote, that is medicine, the best antidote for pseudoscience, I firmly believe, is സയൻസ്. കപടശാസ്ത്രത്തിനുള്ള മറുമരുന്ന് എന്ന് പറയുന്നത് കൂടുതൽ ശാസ്ത്രീയമാവുക എന്നതാണ്. ഓക്കെ, then he talks about there is an African freshwater fish that is blind. It generates a standing electric field through perturbations in which it distinguishes between predators and prey, that communicates in a fairly elaborate electrical language with potential mates and other fish of the same species. This involves an entire organ system and sensory capability completely unknown to pre-technological human beings. ഓക്കെ, ആഫ്രിക്കയിലുള്ള ഒരു ശുദ്ധജല മത്സ്യത്തിന് അതിന് കാഴ്ചയില്ല, പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇരകളെ തിരിച്ചറിയുന്നത്, ഇണകളെ തിരിച്ചറിയുന്നതൊക്കെ ഒരു പ്രത്യേക ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാക്കിക്കൊണ്ടാണ്. ഓക്കെ, ഇതിനെക്കുറിച്ചിട്ട് പണ്ടത്തെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. ശാസ്ത്രം പിന്നീട് ഇത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഇമാജിൻ ദ സ്റ്റോറീസ് ദാറ്റ് ഓർ ദ മിത്തിക്കൽ സ്റ്റോറീസ് അസോസിയേറ്റഡ് വിത്ത് സച്ച് എ ഫിഷ്. അത്തരത്തിലുള്ള ഒരു മത്സ്യത്തെക്കുറിച്ച് ഉണ്ടാവാൻ സാധ്യതയുള്ള കഥകളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സ്ട്രോക്ക് പോലെയുള്ള ഒരു പ്രശ്നം, ബ്രെയിനിൽ പെട്ടെന്ന് രക്തം കട്ട പിടിക്കുകയും രക്തഓട്ടം നിൽക്കുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്യുന്ന സംഗതിയുണ്ട്. അത് പാടത്തൂടെ നടന്നു പോയപ്പോഴാണ് പെട്ടെന്ന് അയാളെ ബാധ കൂടി അയാൾ മരിച്ചു എന്ന് പറയും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലേത്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചിരുന്നൊരു സമൂഹമാണ്. പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടെന്ന്, ശാരീരിക അവസ്ഥയുണ്ടെന്നും അത് തലച്ചോറിനെ ഈ തരത്തിലാണ് ബാധിക്കുന്നതെന്നും, അല്ലാതെ ഏതെങ്കിലും ബാധ ഏൽക്കുന്നത് കൊണ്ടല്ല ആളുകൾ പെട്ടെന്ന് മറിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. സോ ലുക്ക് അറ്റ് ദ സ്റ്റോറീസ് ദാറ്റ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഓക്കെ, അപ്പോൾ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളുമായും ഇത്തരത്തിൽ ഒരു കാലഘട്ടത്തിൽ കഥകൾ പ്രചരിച്ചിരുന്നു. ഒരുപക്ഷെ ആ കഥകൾ പ്രചരിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയായിരുന്നിരിക്കും. ഓക്കെ, ഒരു അന്ധവിശ്വാസങ്ങൾ മാത്രം നിറഞ്ഞൊരു സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ നിറയെയുള്ള കഥകൾ ഉണ്ടായിരിക്കും എന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് എന്നുള്ളതാണ്. ബട്ട് സയൻസ് കെയിം ആൻഡ് ആസ് എ റെഡീമർ, ആൻഡ് സയൻസ് കുഡ് മേക്ക് എ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഫോർ such incidents. Okay,
Then there is a kind of arithmetic perfectly reasonable and self-contained in which 2 times 1 does not equal 1 times 2. അപ്പോൾ 2 into 1 ഈസ് നോട്ട് ഈക്വൽ ടു 1 into 2 എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കണക്കുണ്ട് എന്നാണ്, അരിത്തമെറ്റിക് ഉണ്ട് എന്നാണ്. ഓക്കെ, ഇത് പിന്നീട് ഗണിതശാസ്ത്രം പിന്നീട് തെളിയിച്ച ഒരു സംഗതിയാണെന്ന് പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അത്ര വിശദമായി പറയാൻ അറിയില്ല. മാത്തമാറ്റിക്സിൽ കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. ദെൻ pigeons, one of the least prepossessing animals on earth, are now found to have a remarkable sensitivity to magnetic field strengths as small as 100,000 that of the earth's magnetic dipole. Pigeons evidently use this sensory capability for navigation and sense their surroundings by their magnetic signatures, metal gutters, electrical power lines, fire escapes and the like, a sensory modality glimpsed by no human being who ever lived. അപ്പോൾ പ്രാവുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പ്രാവ് ഒരു അത്ഭുതമായി നിൽക്കുകയും പിന്നീട് പ്രാവ് എങ്ങനെയാണ് ഇത്തരത്തിൽ അതിൻ്റെ ശരീരത്തിലുള്ള ചില പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പല അപകടങ്ങളിൽ നിന്ന് മാറുന്നത് എന്ന് ശാസ്ത്രീയമായി പിന്നീട് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ പണ്ട് അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രാവുകൾ പെട്ടെന്ന് രക്ഷപ്പെടുന്നത്, എവിടേക്ക് പറന്നു പോയാലും പ്രാവ് തിരിച്ച് അതിൻ്റെ സ്ഥലത്ത് തന്നെ എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്തുക അസാധ്യമായിരുന്നു. പിന്നീട് ശാസ്ത്രം അത് കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ക്വാസേഴ്സ് സീം ടു ബി എക്സ്പ്ലോഷൻസ് ഓഫ് ഓൾമോസ്റ്റ് അൺഇമാജിനബിൾ വയലൻസ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് ഗാലക്സീസ് വിച്ച് ഡിസ്ട്രോയ് മില്യൺസ് ഓഫ് വേൾഡ്സ്, മെനി ഓഫ് ദം പെർഹാപ്സ് ഇൻഹാബിറ്റഡ്. അപ്പോൾ ക്വാസേഴ്സ് എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. എന്താണത്? ഗാലക്സികളിൽ നടക്കുന്ന പൊട്ടിത്തെറികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗാലക്സികളിൽ പലതര സമയങ്ങളിൽ ക്വാസറുകൾ സംഭവിക്കുന്നുണ്ട്, പൊട്ടിത്തെറികൾ സംഭവിക്കുന്നുണ്ട്. പല ഗ്രഹങ്ങളും ഈ പൊട്ടിത്തെറിയിൽ അതിശക്തമായ ഈ പൊട്ടിത്തെറിയിൽ ഇല്ലാതെയായി പോകുന്നുണ്ട്. ചിലപ്പോൾ ആ പ്ലാനറ്റുകളിൽ ഒരുപക്ഷെ ജീവൻ തന്നെ ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, ഈ ക്വാസറുകളെ കുറിച്ചിട്ട് ശാസ്ത്രമാണ് പിന്നീട് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് ഹോളുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, ഫിസിക്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. സോ ഇൻ ആൻ ഈസ്റ്റ് ആഫ്രിക്കൻ വോൾക്കാനിക് ആഷ് ഫ്ലോ 3.5 million years old, there are footprints of beings about 4 feet high with a purposeful stride that may be common ancestor of apes and men. അപ്പോൾ കുരങ്ങുകളുടെയും മനുഷ്യരുടെയും ഒക്കെ കോമൺ ആൻസിസ്റ്റർ ആയിട്ടുള്ള ഏതോ ഒരു ജീവിയുടെ കാൽപ്പാടുകൾ ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ഒരു വോൾക്കാനിക് ആഷിൽ, അതായത് ഈ പറഞ്ഞ ലാവാപ്രവാഹം തണുത്തുറഞ്ഞതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഫുട് പ്രിൻറ്റ് യഥാർത്ഥത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. നിയർ ബൈ ആർ ദ പ്രിൻറ്റ്സ് ഓഫ് എ നക്കിൾ വാക്കിംഗ് പ്രൈമേറ്റ് കറസ്പോണ്ടിങ് ടു നോ ആനിമൽസ് എറ്റ് ഡിസ്കവേർഡ്. എന്നാൽ ഇതിനെ തൊട്ടടുത്തായി നക്കിൾസ് ഉപയോഗിച്ച് നടന്നു പോയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പ്രൈമേറ്റിൻ്റെ ഫുട് പ്രിൻറ്റുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ അടയാളങ്ങളും കാണാൻ കഴിയും. ആ ജീവികൾ എങ്ങനെ പരിണമിച്ചു എന്നുള്ളത്, അതായത് തൊട്ടടുത്ത് രണ്ടാമത് കണ്ട ഈ ജീവികളുടെ അവശിഷ്ടങ്ങൾ ഇൻ ദ സെൻസ് അവരുടെ ഫുട് പ്രിൻറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ ഏത് ജീവിയിലേക്കാണ് പരിണമിച്ചതെന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈച്ച് ഓഫ് അവർ സെൽസ് കണ്ടെയ്ൻസ് ഡസൻസ് ഓഫ് ടൈനി ഫാക്ടറീസ് കോൾഡ് മൈറ്റോകോൺട്രിയ വിച്ച് കമ്പൈൻ അവർ ഫുഡ് വിത്ത് മോളിക്കുലർ ഓക്സിജൻ in order to extract energy in convenient form, and recent evidence suggests that billions of years ago mitochondria were free organisms which have slowly evolved into a mutually dependent relation with the cell. When many cells of cell organisms arose, the arrangement was retained in a very real sense. Then we are not a single organism but an array of about 10 trillion beings and not all of them the same kind. അപ്പോൾ മൈറ്റോകോൺട്രിയ എന്നത് നമ്മുടെ കോശങ്ങളിലുള്ളൊരു സംഗതിയാണ്. ആൻഡ് മൈറ്റോകോൺട്രിയ ആക്ച്വലി കമ്പൈൻസ് മോളിക്കുലർ ഓക്സിജൻ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദി എനർജി ദാറ്റ് ഈസ് നീഡഡ്. ഓക്കെ, പക്ഷേ ചില പഠനങ്ങൾ പറയുന്നത് മൈറ്റോകോൺട്രിയ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിരുന്നു എന്നും പിന്നീട് അത് കോശങ്ങളിലേക്ക് കയറിക്കൂടിയതാണ് എന്നും ഒക്കെയുള്ള പഠനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കിയാൽ ഓരോ മനുഷ്യ ശരീരവും മറ്റു പല ജന്തുക്കളുടെ ശരീരങ്ങളുടെ കോമ്പിനേഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരും. ഓക്കെ, ആൻഡ് മാർസ് ഹാസ് എ വോൾക്കാനോ ഓൾമോസ്റ്റ് 80,000 feet high which was constructed about a billion years ago. മാർസിൽ 80,000 അടിയോളമുള്ള ഒരു വോൾക്കാനോ ഉണ്ട് എന്നുള്ള ഒരു 80,000 വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഒരു വോൾക്കാനോ മാർസിലുണ്ട് എന്ന് പറയുന്നു. ഓക്കെ,
അതിനേക്കാൾ വലിയ വോൾക്കാനോകൾ ഒരു പക്ഷേ മറ്റ് ഗ്രഹങ്ങളിൽ കണ്ടേക്കാം, വീനസിലൊക്കെ കണ്ടേക്കാം എന്നാണ്. സോ റേഡിയോ ടെലസ്കോപ്സ് ഹാവ് ഡിറ്റാച്ച്ഡ് ദി കോസ്മിക് ബ്ലാക്ക് ബോഡി ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, ദ ഡിസ്റ്റൻറ്റ് എക്കോ ഓഫ് ദ ഈവൻ കോൾഡ് ബിഗ് ബാങ്, ദ ഫയേഴ്സ് ഓഫ് ക്രിയേഷൻ ആർ ബീയിങ് ഒബ്സർവ്ഡ് ടുഡേ. സോ റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന സ്ഫോടനങ്ങളുടെ ശബ്ദവും അതോടൊപ്പം തന്നെ ഏറ്റവും ആദിയിലുണ്ടായ ബിഗ് ബാങ് സിദ്ധാന്തത്തിൽ പറയുന്ന മഹാവിസ്ഫോടനത്തിൻ്റേതായിട്ടുള്ള ശബ്ദവീജികൾ റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദീസ് ബുള്ളറ്റ്സ് ഓർ ദീസ് പോയിൻറ്റ്സ്, ഇതെല്ലാം ശാസ്ത്രത്തിൽ വലിയ കൗതുകങ്ങൾ ഉണ്ടാക്കുകയും പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുള്ള സംഗതികളാണ് എന്ന്. സോ ദിസ് ഈസ് ഓൾസോ ട്രൈങ് ടു പ്രൂവ് ദാറ്റ് ദർ ആർ പ്ലെൻറ്റി ഓഫ് തിങ്സ് ദാറ്റ് ഹാസ് ടു ബി എക്സ്പ്ലോർഡ് ഇൻ സയൻസ്. ഓക്കെ, ശാസ്ത്രത്തിൽ ഇനിയും കണ്ടുപിടിക്കേണ്ടിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. സോ ദിസ് ഈസ് വൈ സയൻസ് ഈസ് ഓൾവേസ് ഡെവലപ്പിംഗ്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സയൻസിനിടയിലാണ് സം സ്യൂഡോ സയൻറ്റിഫിക് ക്ലെയിംസ് ആർ കമ്മിങ് ആൻഡ് they are actually diverting our attention to foolishness, and they are actually diverting our attention from the bigger logic of the universe and how the universe functions. ഓക്കെ, അത്തരത്തിലുള്ള യഥാർത്ഥമായ ശാസ്ത്രീയതയിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടാനാണ് യഥാർത്ഥത്തിൽ കപട ശാസ്ത്രീയത സഹായിക്കുന്നത്. ശാസ്ത്രീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തുടർച്ചയായ അന്വേഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ്, വളരെ ജൈവികമായ ഒന്നാണ് എന്നാണ്. ഓക്കെ, I could continue such a list almost indefinitely. I believe that even a smattering of such finding in modern science and mathematics is far more compelling and exciting than most of the doctrines of pseudoscience. ഈ പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ, മുകളിൽ പറഞ്ഞ ഈ ലിസ്റ്റ്, I can continue, I can add plenty of examples. Okay, and I can also assure you that if I add more examples, that will really excite you. You will blindly throw away any of the pseudoscientific claims coming on your way, because science is more exciting than pseudoscience. Once you explore science will help you or give you more excitement. And pseudoscience and the practitioners of pseudoscience were condemned as early in the 5th century BC. See, those who practice pseudoscience, കപട ശാസ്ത്രങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ 5ാം നൂറ്റാണ്ട് BC 5ാം നൂറ്റാണ്ടിൽ the Greek philosopher, Ionian means Greek, Ionian philosopher Heraclitus called them night walkers, magicians, priest of Bacchus, and priestesses of wine vat, mystery mongers. So it was Heraclitus who called the practitioners of pseudoscience these names. തെറ്റായിട്ടുള്ള കപടശാസ്ത്രവുമായി നടക്കുന്ന ആളുകളെ 5ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള ഹെറാക്ലീറ്റസ് ആണ് ഈ പേരുകളൊക്കെ വിളിച്ചത്. രാത്രി സഞ്ചാരികൾ, മജീഷ്യന്മാർ, ബാക്കസ് എന്ന ദേവത ഈ മന്ത്രവാദത്തിൻ്റെയൊക്കെ ദേവതയാണ്. മന്ത്രവാദത്തിൻ്റെ ദേവത ബാക്കസിൻ്റെ അനുയായികൾ, മന്ത്രവാദിനികൾ, മിസ്റ്ററി മോങ്കേഴ്സ്, ഈ നിഗൂഢതയെ വിറ്റ് ജീവിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ സ്യൂഡോ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ ഹെറാക്ലീറ്റസ് 5ാം നൂറ്റാണ്ടിലെ വിളിച്ചിരുന്നു. ആൻഡ് വി നീഡ് ടു abandon them. Okay, but science is more intricate and subtle, whereas science on the other hand is more intricate and subtle. കുറച്ചുകൂടി സൂക്ഷ്മമായ തലത്തിലാണ് ശാസ്ത്രം ഇടപെടുന്നത്. It's subtle and it reveals a much richer universe. And once you go through science, you realize that science operates and it shows you a richer universe. കുറച്ചുകൂടി സമ്പന്നമായ ഒരു യൂണിവേഴ്സിനെ, ഒരു പ്രപഞ്ചത്തിനെയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് more and more exciting than a pseudo scientific claim. So you should be really interested in science, or you should read science genuinely in that way. Okay, and it has the additional and important virtue to whatever extent the world has any meaning of being true. ഇതെല്ലാം പുറമെ ശാസ്ത്രം എന്താണെന്ന് നോക്കൂ, ഇറ്റ് ഈസ് ട്രൂ, and it has the additional important virtue. What is the additional important virtue of science according to Carl Sagan? It's that science is true. Okay, and whatever extent the world has any meaning, science is true. ശാസ്ത്രം എന്നത് ഈ പറഞ്ഞ എല്ലാ സൂക്ഷ്മതലത്തിൽ പ്രവർത്തിക്കുക എന്നതിനൊക്കെ അപ്പുറം ശാസ്ത്രം സത്യമാണ് എന്നതാണ്. So this is how the long essay progresses, and the main arguments in this essay are the best antidote for pseudoscience is science. കപടശാസ്ത്രത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധി എന്നത് ശാസ്ത്രം തന്നെയാണ് എന്നും, and Sagan is also trying to be very much realistic, and he is bringing plenty of examples from our daily life and how people are misguided
and he's also telling us the history. He's also analyzing this human civilization historically, and he is telling how the fight between pseudoscience and science existed from the second century Greek civilization till the modern days. I think you had a you can, I mean, these videos will help you understand the lesson in a better way. If you have any doubts, or if you need any clarification, I'm very happy to help you, and you can we will discuss such matters in our online or face to face interactions. And thank you for listening. If you have any doubts, you can also comment your doubts in the comment section in our LMS page. Thank you, students.